എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിയെ ഓർത്ത് നിങ്ങളിത് കാണുക. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും ഉടൻ തന്നെ. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷെ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. ജനറൽ റീഡിംഗ് ആണ്. കാണുന്നവർക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വ്യക്തിയെ ഓർത്ത് നിങ്ങളിത് കാണുക. ആ വ്യക്തി ഉടൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ആ വ്യക്തിയുടെ മനസ്സിൽ ചില നിങ്ങൾക്കെതിരായിട്ടുള്ള പല ചിന്തകളുണ്ടായിരുന്നു. ചില ആളുകൾ അത് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കോരിയിട്ടതാണ്. അതായത് നിങ്ങളുമായി ഉള്ള ബന്ധത്തെ തകർക്കാനുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കോരിയിട്ട ചില ആളുകളുണ്ട്. അവരുടെ പ്രവർത്തനം മൂലം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ട്. മാനസികമായിട്ടാണ് അകൽച്ച കൂടുതൽ കാണുന്നത്. ചിലപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. പക്ഷെ മാനസികമായിട്ട് നിങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള അകൽച്ചയിലേക്ക് ആ വ്യക്തി പോയി. നിങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള അകൽച്ചയിലേക്ക് ആ വ്യക്തി പോയതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതികളിട്ട് ആളുകൾ അതിനെപ്പോൾ ന്യായീകരിക്കുന്ന ചില തെളിവുകൾ അവർ കൊണ്ടുവന്നു. ചിലപ്പോൾ തെളിവുകൾ ഉണ്ടാവില്ല, വാക്കുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് അകലാനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ മനസ്സിലിട്ട് അങ്ങനെ അത് വിശ്വസിച്ച് സ്വയം ചിന്തിക്കാതെ, സ്വയം ആലോചിക്കാതെ, മറ്റുള്ളവരുടെ താളത്തിന് തുള്ളി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അങ്ങോട്ട് മാനസികമായി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വേണ്ടെന്ന് വെച്ചപ്പോൾ നിങ്ങൾക്കത് വലിയൊരു ദുഃഖമായി. കാരണം ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് എന്നെ മനസ്സിലാക്കാതെ, എന്നോടൊരു വിശദീകരണവും പോലും ചോദിക്കാതെ എന്നെ വിട്ട് പോയതിൽ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അങ്ങനെ ആ ചിന്തയിൽ വിഷമിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിനിടയിൽ ആ വ്യക്തിയുടെ മനസ്സിലൊരു രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തിയുടെ സ്വയമേവ ഉള്ള ചിന്ത ഉണർന്നിരിക്കുന്നു. ഇപ്പോഴാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്, ഞാൻ എന്തടിസ്ഥാനത്തിലാണ് എൻ്റെ വ്യക്തിയെ തെറ്റിദ്ധരിച്ചത്. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വ്യക്തിക്കെതിരെ സംസാരിച്ചവരുടെ കാര്യങ്ങൾ ഞാൻ ശരിയായി ശ്രദ്ധിച്ചില്ലല്ലോ. അവരുടെ ഉദ്ദേശം, അവരുടെ ദുരുദ്ദേശം, ആ ദുരുദ്ദേശത്തെ അവരിപ്പോൾ അറിയുന്നു. കാരണം അവരിൽ നിന്ന് ചില പ്രവൃത്തികൾ, അവരുടെ മനസ്സിലുള്ളത് ദുരുദ്ദേശമാണെന്ന് മനസ്സിലാക്കാനുള്ള ചില അറിവുകൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതായത് അവർ ഉദ്ദേശിച്ചത് ദുരുദ്ദേശമായിരുന്നു എന്ന് തെളിയിക്കുന്നതിലേക്കായിട്ട് അവരുടെ വാക്കോ പ്രവൃത്തിയോ വന്നിരിക്കുന്നു. അവരുടെ പോക്ക് അങ്ങനെയാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി ബുദ്ധി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിയെ മറന്നുപോയി പ്രവർത്തിച്ചല്ലോ, ഞാൻ എൻ്റെ വ്യക്തിക്ക് എതിരെ പ്രവർത്തിച്ചല്ലോ, ഞാൻ എൻ്റെ വ്യക്തിയെ മനസ്സിലാക്കിയില്ലല്ലോ, എൻ്റെ വ്യക്തി എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് ഞാൻ മനസ്സിലാക്കാതിരുന്നത് എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ തെറ്റാണല്ലോ. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അതൊരു വലിയ ചിന്തയായി മാറിയിരിക്കുന്നു, വലിയൊരു കാര്യമായി മാറിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ വ്യക്തിക്കത് ഇപ്പോൾ താങ്ങാൻ കഴിയുന്നില്ല. ആ വ്യക്തി തിരിച്ചു വരും. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഭയങ്കര വെപ്രാളം തോന്നിയിരിക്കുന്നു. അങ്ങനെ വിഷമം തോന്നിയപ്പോൾ ആ വ്യക്തി, രണ്ടാമത്തെ കാർഡ് പറയുന്നുണ്ട്, ഏഞ്ചൽസിനോട് തേടിയിരിക്കുന്നു സഹായം. ആ വ്യക്തി വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയോട് സഹായം ചോദിച്ചിരിക്കുന്നു. എനിക്ക് തെറ്റുപറ്റി, എൻ്റെ വ്യക്തിയെ ഞാൻ തെറ്റിദ്ധരിച്ചു, എൻ്റെ വ്യക്തിക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളും പ്രവൃത്തികളും വാക്കുകളും ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ മറ്റൊരാളുടെ താളത്തിന് തുള്ളുകയായിരുന്നു. ആ ആൾക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നു. ആ വ്യക്തികൾ ഒന്നോ അതിലധികമോ ഉണ്ടാകാം, അവർക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നു. അവരുടെ ദുരുദ്ദേശത്തിൻ്റെ ഇരയായി ഞാൻ മാറി. ഞാൻ നിഷ്കരുണം എൻ്റെ വ്യക്തിയെ തള്ളിപ്പറഞ്ഞു. ഞാൻ നിഷ്കരുണം എൻ്റെ വ്യക്തിയെ മോശമാക്കി. ഞാനിപ്പോൾ അതിൽ ദുഃഖിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയുണ്ട്. അങ്ങനെ മനസ്സുരുകിയ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചു, തെറ്റിദ്ധാരണ മാറണമേ. ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണ മാറാൻ നിങ്ങൾ പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണ മാറാൻ നിങ്ങൾ പ്രാർത്ഥിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. ഉരുകി ഒറ്റയ്ക്കിരുന്ന് ഇനിയൊരു റീയൂണിയൻ ഉണ്ടാകില്ല, ഇനി എന്നെ മനസ്സിലാക്കില്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഇത്രയും മനസ്സാക്ഷിയില്ലാത്ത വ്യക്തിയായിരുന്നു എൻ്റെ വ്യക്തിയാണ് എന്നിത്യാദി ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് അന്ന് വന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി സദാസമയവും പ്രാർത്ഥനയിലാണ്.
ചെയ്തു പോയ അത് തെറ്റാണെന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വ്യക്തിയെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ വ്യക്തിയോട് ഞാൻ ചെയ്തത് വളരെ മോശമായിരിക്കുന്നു. മനസ്സ് ഉരുകി 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 പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്കും അതിൻ്റെ ഒരു ചില അടയാളങ്ങൾ വരും. കാരണം നിങ്ങൾ കുറേ കാലമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉത്തരം കിട്ടുകയാണ്. ആ ഉത്തരം കിട്ടുമ്പോൾ ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും വിശ്വസിക്കുന്ന അതേ ശക്തിയിൽ തന്നെയാണ് ആ വ്യക്തിയും പ്രാർത്ഥിക്കുന്നത് തിരിച്ചു വരാനായിട്ട്. ഇത് വേഗം നടക്കും, ഉടൻ നടക്കും, ഉടൻ ആ വ്യക്തി തിരിച്ചു വരും. കാരണം രണ്ടുപേരും ഒരുപോലെ ഇപ്പം ആഗ്രഹിക്കുകയാണ്. രണ്ടുപേരുടെ മനസ്സിലും ഒരുപോലെ ആഗ്രഹം ഉണ്ടായിരിക്കുകയാണ് തിരിച്ചു വരാൻ. ഇതൊരു വലിയ അത്ഭുതമാണ് സത്യത്തിൽ. ഇത് തെറ്റിദ്ധരിച്ചവർക്കെതിരെയുള്ള ഒരു യൂണിവേഴ്സിൻ്റെ ഒരു നീക്കം തന്നെയാണ്. ആരാണോ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചത് അവരുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാതിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങളും ആ വ്യക്തിയും അടുക്കാവുന്നതിൻ്റെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. അടുക്കുന്നതിൻ്റെ പടിവാതിക്കൽ നിങ്ങളും ആ വ്യക്തി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നും ഇനി ഭയപ്പെടണ്ട. നിങ്ങളെയും ആ വ്യക്തിയെയും സംബന്ധിച്ച് ഇനി ഒന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോകാം. ഒന്നും ഭയപ്പെടാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നിങ്ങൾക്കും ആ വ്യക്തിക്കും കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നിങ്ങളേക്കും ആ വ്യക്തിക്ക് ആത്മവിശ്വാസം പകരും. കാരണം ജീവിതത്തിൽ ഒട്ടും നിങ്ങൾ തെറ്റ് ചെയ്യാതെ നിങ്ങളുടെ മനസ്സ് വേദനിക്കുകയാണ്. മറ്റുള്ളവർ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ നിങ്ങളത് ഏൽക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ റിലീഫാണ്. ആ വ്യക്തിയാണിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ റിലീഫാണ്. മരവിച്ച മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടൊരു ശാന്തി നിങ്ങൾക്ക് കിട്ടുന്നു, ഒരു റിലീഫ് കിട്ടുന്നു. നിങ്ങൾക്ക് മനസ്സിൽ ഹീൽ ചെയ്യപ്പെടുന്നു മനസ്സ്. കാരണം നിങ്ങൾ ഒട്ടും വിചാരിക്കാത്തൊരു തെറ്റ് ആ വ്യക്തി അടുത്ത് വരെയാണ്, വാതുക്കൽ മുട്ടാനെത്തിയിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ. അത്രത്തോളം അടുത്ത് വന്നിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫയലാണ്. മനസ്സിൻ്റെ വേദനകൾ മാറുകയാണ്. ഇരുട്ട് മൂടിയ മനസ്സിലേക്കുള്ള വാതിൽ ആ വ്യക്തി തന്നെ ഉടൻ തുറന്നു തരും. അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഒരുപാട് സന്തോഷം കടന്നു വരുന്നു. നഷ്ടപ്പെട്ടു പോയ ഒരാളെ കിട്ടി. ഒരാളെ പെട്ടെന്ന് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതലുള്ള സന്തോഷം ഉണ്ടാവില്ല. അവിടെ നമുക്കിത് വേണോ വേണ്ടേ എന്നുള്ള ചിന്ത എവിടെയെങ്കിലൊക്കെ വരും. പക്ഷേ ഒരിക്കൽ നമ്മൾ സ്നേഹിച്ച് നമ്മുടേതല്ലാത്ത തെറ്റുകൊണ്ടോ നമ്മുടേതായ തെറ്റുകൊണ്ടോ ആൾ പിരിഞ്ഞുപോയി നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു. എൻ്റെ കയ്യിൽ വന്ന ഒരാൾ പോയല്ലോ, എന്നെ സ്നേഹിച്ചിരുന്ന ഒരാൾ എന്നെ വെറുത്തല്ലോ അകാരണമായി, എന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നിൽ നിന്ന് പോയല്ലോ എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടുവോളം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെ മാറുകയാണ്. ഒരുമിച്ച് നിങ്ങൾ തമ്മിലുള്ള സന്തോഷവും ഒരുമിച്ച് നിങ്ങൾ തമ്മിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. ഒരു പ്രതിസന്ധി ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും നിങ്ങളെ ബാധിക്കില്ല. സന്തോഷത്തിൻ്റെ ആ മഴ പെയ്ത് ഇരിക്കുന്നു. ആ മഴ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരെയാണ്. വരണ്ട് ഉണങ്ങി മോഹങ്ങളൊക്കെ നഷ്ടപ്പെട്ട് സ്വപ്നങ്ങളും മരവിച്ചു പോയ അവസ്ഥയിൽ നിന്നൊരു നല്ല മഴ പെയ്യുകയാണ്. ഹൃദയത്തിലെ എല്ലാ വേദനകളും, മൂടിക്കെട്ടിയ വേദനകളൊക്കെ പെയ്തിറങ്ങിപ്പോവും. നിങ്ങൾക്ക് ഒരുമിക്കാനും സന്തോഷിക്കാനും ഒരുമിച്ചിരിക്കാനും ഒക്കെ ഉള്ള ജീവിതം കിട്ടും. ഇനി ഒരിക്കലും തകരാത്ത, അടുത്ത കാർഡ് പറയുന്നതാണ്, ആത്മാർത്ഥതയുള്ള നേരോ ദിശയിലുള്ള, ആർക്കും തെറ്റിക്കാൻ കഴിയാത്ത ആത്മാർത്ഥതയുള്ള ലക്ഷ്യബോധമുള്ളൊരു ജീവിതമായിരിക്കും രണ്ടുപേരുടെയും. ലക്ഷ്യബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട്, മറ്റുള്ളവരെന്താണ് പറയുന്നത്, മറ്റുള്ളവരുടെ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ അത് അതേപടി അവർ നടപ്പിലാക്കുന്നതിന് നോക്കി നിൽക്കേണ്ടി വന്നു. അവർ വഴിതെറ്റിച്ചു. അവർ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ നടത്തിച്ചു. ഇനി അതൊന്നും നടക്കില്ല. ഷാർപ്പായിട്ടുള്ള ബുദ്ധി, ഷാർപ്പായിട്ടുള്ള ലക്ഷ്യം, ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. ഒരുമിച്ച് രണ്ടുപേരുടെയും നന്മയ്ക്കായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. ഇനി അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഴയ ഓർമ്മ കിട്ടും. വഞ്ചനയുടെയും ചതിയുടെയും ഒക്കെ ഓർമ്മ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അതുകൊണ്ട് ഒന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. ഒന്നും മനസ്സിൽ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകുക. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട്
വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവും, നന്മയുണ്ടാവും. അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ജീവിതത്തിൻ്റെ നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അടുത്ത കാർഡ് പറയുന്നതാണ് നല്ല അവസരങ്ങൾ. ആ വ്യക്തിയും നിങ്ങളും സന്തോഷത്തോടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളൊക്കെ സാധാരണ നിലയിലാവും. അത് പ്രകാശം കൊണ്ടും സ്നേഹം കൊണ്ടും തിളങ്ങും. ആത്മസംതൃപ്തിയോടുകൂടി ഉള്ളൊരു ജീവിതം ഉണ്ടാവും. ജീവിതത്തെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയും. ഭൗതികമായും ആത്മീയമായും സംതൃപ്തി ഉണ്ടാവും. ധനപരമായ ഒരുപാട് മുന്നേറ്റം ഉണ്ടാവും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയതെല്ലാം തിരിച്ചു കിട്ടുന്നു. എല്ലാം തിരിച്ചു കിട്ടുന്ന അവസ്ഥ. നിങ്ങൾ ഇതുവരെ സ്വപ്നം കാണാത്ത സന്തോഷവും നല്ല നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോന്നോരോന്നായി കടന്നു വരും. അത് നിങ്ങൾക്ക് ഉത്തേജകമായിരിക്കും. അത് നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും. വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ചൊരിയും. എല്ലാ നന്മകളും നിങ്ങൾക്ക് ചൊരിയും. അതിനൊന്നും ഒരു സംശയവും വേണ്ട. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. റിമെയിൻ പോസിറ്റീവ്. അവസാന കാർഡ് അതാണ് പറയുന്നത്. സന്തോഷമായിട്ട് പോവുക. ഇനി ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരികയേ വേണ്ട. കാരണം നിങ്ങൾക്ക് അങ്ങനെ പോകാനും കഴിയും. ഇനി നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. കാരണം നിങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നു. സ്വന്തം തെറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളിൻ്റെ തെറ്റുകൊണ്ട് നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടാകാം, എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മളെ ബാധിക്കുക, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകണ്ട. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ നന്മ നിങ്ങൾക്കുണ്ടാവും. പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാം ഭദ്രമാക്കി മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു താല്പര്യം ഞങ്ങൾക്കുണ്ടാവും കൂടുതൽ വീഡിയോ ചെയ്യുന്നതിന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.